ചേർത്തലയിൽ ദേശീയപാത വൻതോതിൽ ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് പരാതി നൽകി ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ്. നിർമ്മാണത്തിലെ വൻ അഴിമതിയും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമാണ് റോഡ് തകരാൻ കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകിയത്. ദേശീയപാത 66 ചേർത്തലയ്ക്ക് സമീപം 11 മൈൽ ജംഗ്ഷനിലാണ് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തിയ റോഡിന്റെ നടുഭാഗം വലിയ തോതിൽ ഇടിഞ്ഞു താഴ്ന്നത്. അടുത്തിടെ മാത്രം നിർമ്മാണവും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയ ഈ ഭാഗത്താണ് പെട്ടെന്ന് വലിയൊരു കുഴി രൂപപ്പെട്ടത്. ഇത് കേവലം ഒരു സാധാരണ അറ്റകുറ്റപ്പണി പ്രശ്നമല്ലെന്നും മറിച്ച് നിർമ്മാണത്തിന് ഉപയോഗിച്ച നിലവാരമില്ലാത്ത സാമഗ്രികളും മോശം എഞ്ചിനീയറിംഗും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് ഇതിലേക്ക് നയിച്ചതെന്നുമാണ് ആക്ഷേപം. പ്രാദേശിക പ്രൊജക്ട് കരാറുകാരും മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന് പിന്നിലെന്നും വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ബി.ജെ.പി. സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ് ആരോപിക്കുന്നു. ചേർത്തല 11 മൈലിന് സമീപം ദേശീയപാത 66-ലുണ്ടായിരിക്കുന്ന ഗർത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിജിക്കും വകുപ്പ് സെക്രട്ടറിക്കും പരാതി സമർപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും സാങ്കേതിക പിഴവും ചൂണ്ടിക്കാണിച്ചാണ് പരാതി സമർപ്പിച്ചത്. നിർമ്മാണത്തിൽ ഇത്തരം അപാകത ഉണ്ടാകുന്ന ഗൗരവമായിട്ട് കാണണമെന്നും ഇത് ദേശീയപാതയുടെ സഞ്ചരിക്കുന്ന ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ ഒരു ഉപസമിതിയെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡ് തകർന്ന ഉടൻ തന്നെ അടിയന്തര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി ദേശീയ അതോറിറ്റിയുടെ ടോൾ ഫ്രീ പരാതി പരിഹാര നമ്പറിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഈ ഹെൽപ്പ് ലൈൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നുവെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാരുടെ ജീവന് കൂടുതൽ അപകടത്തിലാക്കുന്നതായും വിമർശനമുണ്ട്. ഈ സാഹചര്യത്തിൽ സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുക, വീഴ്ച വരുത്തിയ കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായി റോഡ് ശരിയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം നിഷ്ക്രിയമായ ഹെൽപ്പ് ലൈൻ സംവിധാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു.